ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ്. പിടി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിടി ഉണ്ടാക്കുന്നതിലേക്കായിട്ട് ഞാൻ 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതും അരിപ്പൊടിയും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. പിടിയിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഇവയെല്ലാം. ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, വെളുത്തുള്ളി ഒരു 4 അല്ലി, അതുപോലെ കുറച്ച് സാധാരണ ജീരകം. ഇത് നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും സാധാരണ ജീരകവും നമ്മൾ ഇതുപോലെ ചതച്ച് എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുകയാണ്. ഒരു 2 ചെറിയ കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് നമുക്ക് തിളപ്പിക്കാം. തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ചതച്ചു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം എന്നിവയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരല്പം, ഒരു 2-3 തുള്ളി മതി നെയ്യ് ചേർത്ത് കൊടുക്കാം. തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരം അത് തിളയ്ക്കട്ടെ. തേങ്ങയും അരിപ്പൊടിയും ചേർന്ന മിക്സിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നമുക്ക് ഒരു ഇടിയപ്പത്തിൻ്റെ പാകത്തിന് ഇത് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ പാകത്തിന് ഇത് കുഴച്ച് വച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയിട്ട് വേണം ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാൻ. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ജീരകവും ചതച്ച് തിളപ്പിച്ച വെള്ളത്തിൽ വറുത്ത അരിപ്പൊടി ഈ പാകത്തിന് കുഴച്ച് വച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ഇടിയപ്പത്തിൻ്റെ പാകമാണ് കേട്ടോ. ഇനി ഇത് നമ്മളിപ്പോൾ ചെറിയ ഉരുളകളാക്കും. അരിപ്പൊടി നമ്മൾ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി നമുക്ക് എടുത്തു വയ്ക്കാം. പിടി ഉണ്ടാക്കുന്നതിലേക്കായിട്ട് കുഴച്ച അരിപ്പൊടി നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ എടുത്തിരിക്കും. പിടി ഉണ്ടാക്കുന്നതിലേക്കായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. ചൂടായ പാനിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ചുമന്നുള്ളി, ആ തിളപ്പിച്ച ബാക്കി വെള്ളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാനിലേക്ക് നമുക്ക് ഉരുട്ടി വച്ചിരിക്കുന്ന ഈ അരി ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് നമ്മൾ എല്ലാ ഉരുളകളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി അത് ഈ പാനിൽ കിടന്ന് ഒന്ന് വേകട്ടെ. നമുക്ക് ഇനി പാനിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇടയ്ക്കൊന്ന് പൊടിയാത്ത വിധത്തിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതൊന്ന് വേകാൻ സമയമെടുക്കും. പിടി
ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കോഴിക്കറിയുടെ കൂടെ കഴിക്കുക എന്ന് വെച്ചാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കണം. ഇത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും, വളരെയധികം പ്രയോജനകരവുമായിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണ് പിടി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ.